ഇതാ വീട്. സാധാരണ ഒരു കുടുംബം. പോയോ? ഞങ്ങൾ അത്ര പ്രതീക്ഷിച്ചിട്ടുള്ളൂ. മീശമാമ, ഞങ്ങള് വന്നു. മീശമാമനാ? പേരറിയില്ലേ? അപ്പൊ തലയിൽ മുടിയില്ലെങ്കിലോ? മൊട്ടമാമൻ. എല്ലാം മൊട്ടമാമന്മാരാണല്ലേ. അമ്മാവന്മാരെ ഞാൻ വരൂ, ഇരിക്കോ? വരുമോ? പോയോ? ഇരിക്കൂ. ഞാൻ വിനായകന്റെ ഒന്നാമത്തെ അമ്മാവൻ. ഞാൻ രണ്ടാമത്തെ അമ്മാവൻ. ഞാൻ മൂന്നാമത്തെ. മനസ്സിലായി. ഞാൻ പറയണ്ട, നാലാമത്തെ അല്ലേ? അതെ, വീട്ടിലൊരാളും കൂടി ഉണ്ടേ. ഞങ്ങൾ 5 പേരാ. അപ്പൊ പഞ്ചപാണ്ഡവന്മാരാണല്ലേ? പാഞ്ചാലി മാത്രല്ല, ആ നാട്ടിൽ ഞാൻ തൊട്ടു. ഇതാണ് അന്തരവൻ വിനായകൻ. എങ്ങനെയുണ്ട് ചക്കൻ? അപ്പൊ പെൺകുട്ടീനെ വിളിക്കല്ലേ? മോളെ വിളിക്കാം. മോളെ ദാസനി. ഇതാണ് ചെക്കൻ. പെൺകുട്ടി നോക്ക്. അനായിരിക്കും ഇപ്പൊ ഞാൻ വന്നിവിടെ. നിനക്ക് വേണ്ടി എനിക്ക് എപ്പോഴും കുട്ടി ആറ്റിക്കാൻ പൊളിക്ക് ഞാൻ കളിക്കാൻ കൊണ്ടുവന്നേക്കണം. നിനക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടായി. എന്റെയും അവരുടെയും പ്രായം നോക്കണോ വെട്ടുകിളി. ഇതൊന്നും എനിക്ക് ശരിയാവൂല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മമാർക്ക് ആലോചിച്ചാല. അതാലോചിക്കാം, അത് നല്ലൊരു കാര്യം. പക്ഷെ ഏതമ്മാവനെ നോക്കുക? അന്തിക്കാടെ മോൻ നോക്കിയാല. അതെങ്ങനെ ശരിയാവും? മൂത്തവര് നിക്കല്ലേ. എന്നാ അരുമ്പൂരമ്മാവൻ നോക്കാം, അതാ നല്ലത്. അമ്മാവ, അരുമ്പൂരമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവ, എനിക്കിപ്പൊ ഇനി ശരിയാവൂല. പ്രായക്കൂടല. അമ്മാവൻ നോക്കി. ഞാനീ പ്രായത്തിൽ വേണ്ട, അട്ടമ്മാവനെ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാനെടുത്തു. എന്താ കൊതി? നിങ്ങൾ എന്റെ ഇവിടെ കഴിഞ്ഞത് പട്ടം കിടക്കണ പെൺകുട്ടിയോടൊന്നും ചോദിക്കില്ലേ? ഇപ്പൊ ചോദിക്കും. എന്താ കുട്ടിയുടെ പേര്? എനിക്ക് ചോദിക്കാം. ഇത്ര ഉള്ള കത്തിയില് അടുത്ത മാനം വിളിക്കാം. അമ്മാവന് ഇഷ്ടായോ കുട്ടീനെ? എനിക്കിഷ്ടായി. നല്ല കുട്ടിയാണല്ലോ. എന്താ കുട്ടി കുഴപ്പം? ഇത് എനിക്കല്ല, അമ്മാവനാ. എനിക്കാ? എന്തുട്ടി അമ്മാവനെ? അമ്മാറമ്മാവന് പറ്റിയേ ആലപ്പാടമ്മാവന് കൊടുക്കാം. ഇത് തീവ്രം വന്നല്ലോ. ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുക. അമ്മാവന്മാർക്ക് പെണ്ണ് കാണാൻ വന്നത് മരുവനെ പെണ്ണ് കാണാൻ വന്നത് അല്ല മാമ. എന്നെ ഇയാൾ ചതിച്ചതാ. എനിക്ക് ശരിയാവില്ല. അമ്മാവന്മാരാരെങ്കിലും കെട്ടിക്കോട്ടെ. നിന്നെ ഞാൻ എന്ത് ചോദിച്ചു? ഇപ്പൊ ആമ്പിള്ളേർക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത സമയ. ഏതെങ്കിലും ഒന്ന് ശരിയായിട്ടാ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടേ മനസ്സിലായ. എന്റെ കാര്യം നിൽക്കട്ടെ, എന്നാ പിന്നെ അമ്മാവന്മാർക്ക് നോക്കാം. നിങ്ങൾ അമ്മാവന്മാരും മരുവനൊക്കെ ആയിട്ട് പോയേ എന്റെ മോളെ മുതുക്കന്മാർക്ക് കൊടുക്കില്ല. അത്ര മുതുക്കന്മാരൊന്നും അല്ലാട്ടെ ഞങ്ങള്. വിവാഹം കഴിച്ചില്ല എന്നുള്ളത് സത്യം. പക്ഷെ ഞങ്ങക്ക് ഏത് സമയത്ത് വേണേലും വിവാഹം കഴിക്കായിരുന്നു. കിട്ടാത്ത സത്യത്തില് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. മനസ്സിലാവണ്ട? ഇപ്പൊ ഭാര്യ മരിക്കുമ്പോഴേക്കും പെണ്ണ് കെട്ടുന്ന കാല. ഞങ്ങക്ക് എപ്പോ വേണേലും കെട്ടാം, വേണമെങ്കിൽ ഇപ്പോഴും. അച്ഛാ, ഒരു മിനിറ്റ് അച്ഛാ. അച്ഛാ, ഞാൻ എത്ര നാളായി അച്ഛാ ഞാനിങ്ങനെ നിൽക്കണം. നാട്ടുകാരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും കേട്ട് മടുത്തച്ഛാ. അച്ഛന് പ്രായമായി വരല്ലേ? മോള് പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ അച്ഛനും മോളെ ഒരു ഭാരമായിട്ട് തോന്നിയില്ല കേട്ടാ. അച്ഛന് ഞാനൊരു ഭാരലാന്നറിയാം. അച്ഛന് വയസ്സാവല്ല അച്ഛാ. അച്ഛന്റെ കാലം കഴിയുമ്പോ എനിക്കൊരു തുണ വേണ്ട അച്ഛാ. കുറച്ച് പ്രായം കൂടിയാലും എനിക്ക് അന്ത്യമാകുമ്പോ പേടിക്കാതെ കിടന്നോളൂ അച്ഛാ. അതിനാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് മാത്രം മതി. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അച്ഛൻ്റെ അഭിപ്രായമൊന്നുമില്ല. അതെ മീശമാമ, ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുത്തു. ഞങ്ങൾ 5 അമ്മാവന്മാരാ.
ഞങ്ങൾ 5 പേരും കൂടിയിട്ട് നിങ്ങളുടെ മോളെ കെട്ടാൻ തീരുമാനിച്ചു. നിങ്ങളെന്താ പഞ്ചപാണ്ഡവന്മാരാ? ഏക്കിട്ട് ഞാൻ അടിച്ചു പൊളിക്കാൻ എന്താ മഹാഭാരതം കളിക്കുക? മഹാഭാരതം കളിക്കല്ലേ ചേട്ടാ. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടേ. ഞങ്ങൾക്ക് 5 പേർക്ക് എന്ത് കിട്ടിയാലും പങ്കിട്ട് കിടക്കുന്ന അമ്മ പറയാറ്. അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം വെച്ച് ഞങ്ങളിത് ആളെ കല്യാണം കഴിച്ച് കൊണ്ടു ചെന്നാലേ ഞങ്ങളെല്ലാവരും പങ്കെടുക്കാൻ പറയാം. ഞങ്ങൾ എന്ത് ചെയ്യാം? അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. അതെന്റെ മോള് മാനേജ് ചെയ്തോളൂ. ആ തള്ളക്ക് ഒരു ലക്ഷം കുല്ലോങ്ങ് എടുത്ത് അവള് കൊടുത്തു. ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാ? ഞാനിവിടെ അംഗൻവാടി ടീച്ചറാണ്. എന്നാ സ്വയംവരം ഇവിടെ നടക്കട്ടെ. എന്താ തീരുമാനമായ മോൻ വരേണ്ട എന്ത് തീരുമാനം? ഇതെന്റെ മകൻ എന്ത് ബൊമ്മ. എന്ത് ബൊമ്മന? കട്ടബൊമ്മന കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ദുഷ്ട തൊമ്മന. എനിക്കൊന്നും മനസ്സിലായില്ല. ദൃഷ്ടി ബൊമ്മന. അമ്മ വന്നിട്ട് പറയണേ ദൃഷ്ടി പേരിലൊന്നും ഒരു കാര്യമില്ല. എന്റെ പേരെന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുന്നത്? നിങ്ങൾ വന്നു വിളിച്ചാൽ മതി. ഇയാൾക്കറിയോ ദൃഷ്ടദ്യുമ്നൻ? ഇവിടെ എനിക്കറിയുള്ളൂ ഇഷ്ടത്തിന്. നിനക്ക് ഇഷ്ടമുള്ള ആളെ നിനക്ക് തിരഞ്ഞെടുക്കാം. അത് നിന്റെ ഇഷ്ടം പോലെ. എനിക്ക് ആകെ ഒരു പെങ്ങളാണ്. അവിടെ സന്തോഷമാണ് എന്റെ സന്തോഷം. നിനക്ക് ആര്യന്റെ ഇഷ്ടപ്പെട്ടേ? നമുക്കെന്നാ ചടങ്ങ് നടത്തിയാലാ? ആര് കല്യാണം അയച്ചാലും കുഴപ്പമില്ല. ഒക്കെ ശരിയാണ്. മംഗല്യം തന്തുനാനേന നവജീവന കേതുന. എല്ലാം മംഗളമായി വരട്ടെ. ഈശ്വര രക്ഷിക്കുന്നു. പാഞ്ചാലിനെ സ്വന്തമാക്കിയില്ലേ? ഇനി യുധിഷ്ഠിരൻ എന്താ കാര്യം? ഇത് മഹാഭാരതം ഒന്നല്ലല്ലോ. ഞാൻ പോവാ.